15ാമത് കാര്യമാണ്. അന്യഥാ ഗൃഹത സ്വപ്നോ നിദ്രാ തത്വം അജാനതഃ വിപര്യാസേ തയോ ക്ഷീണേ തുരീയം പദം അശ്നുതേ. 14ാമത്തെ കാരികയിൽ പറഞ്ഞു തുരിയെ പശ്യന്തി നിശ്ചിതാഹ എന്നാണ് അവിടെ പറഞ്ഞത്. ആ തുര്യനിൽ നിദ്രയില്ല, ജാഗ്രത സ്വപ്നങ്ങൾ എന്ന സ്വപ്നങ്ങളില്ല എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ബോധമുള്ളവർ അവരുടെ അഭിപ്രായമാണ് പറഞ്ഞത്. കഥാ തുരിയെ നിശ്ചിതോ ഭവതി, എപ്പോഴാണ് ആ തുര്യനിൽ നിശ്ചിതനായിത്തീരുന്നത്? തുര്യനിൽ നിശ്ചിതനായിത്തീരുക എന്ന് പറഞ്ഞാൽ തുര്യനെ സംബന്ധിച്ചുള്ള സംശയങ്ങളും ഭ്രമവും ഇല്ലാതാകുക. അതാണ് നിശ്ചിതനായിത്തീരുക എന്ന് പറയുന്നത്. തുര്യ നിശ്ചയത്തിന് തടസ്സമായി നിൽക്കുന്നത് ഈ സംശയങ്ങളും ഭ്രമവുമാണ്. ഈ വാദം അടുത്ത് പറയും ഉപദേശാദയം വാദം. ഈ വാദം മുഴുവൻ, വാദം എന്ന് പറഞ്ഞാൽ തർക്കം എന്നുള്ളതല്ല, ഈ ചർച്ച, താത്വികമായിട്ടുള്ള ഈ ചർച്ച, ഈ തത്വജ്ഞാനം, ഇത് മുഴുവൻ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ സംശയത്തെയും ഭ്രാന്തിയും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ്. സംശയത്തെയും ഭ്രാന്തിയും ഇല്ലാതാക്കുക അല്ലാതെ ഇവിടെ മറ്റൊന്നുമില്ല, ചെയ്യാനുമില്ല. അതിന് കാരണമായിരിക്കുന്ന അഗ്രഹണം, അന്യഥാഗ്രഹണം, അതിനെക്കുറിച്ചാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഈ അഗ്രഹണവും അന്യഥാഗ്രഹണവും കൊണ്ടാണ് ഈ സംശയഭ്രമങ്ങൾ നിൽക്കുന്നത്. അത് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ചർച്ചകളെല്ലാം. അത് മാറുമ്പോൾ തുര്യനിൽ നിശ്ചിതനായിത്തീരുന്നു. ആര്? ശ്രോതാവ്. ഇവിടെ പരമാവധി സംഭവിക്കേണ്ടതും അതാണ്. ഇവിടെ ആ രീതിയിലാണ് അതിനെക്കുറിച്ച് പറയുന്നത്. നേരത്തെ എന്ത് പറഞ്ഞു? തുര്യ പശ്യന്തി നിശ്ചിത എന്നാണ്. സംശയങ്ങൾ, ഭ്രമങ്ങൾ മാറുക, പിന്നെ ഒരു നിശ്ചയം വരിക, അങ്ങനെയില്ല. സംശയവും ഭ്രമവും മാറിയാൽ ശേഷിക്കുന്നതാണ് നിശ്ചയം എന്ന് പറയുന്നത്. ഇവിടെ തടസ്സമായിരിക്കുന്ന ഇത് രണ്ടുമേ ഉള്ളൂ. അതിനെല്ലാം മൂലമായിരിക്കുന്ന ആഗ്രഹണം, അജ്ഞാനം. അതിവിടെ വ്യക്തമായി പറയും ഈ കാര്യം. തയോഹു ക്ഷീണേ സ്വപ്ന ജാഗരിതയോരന്യഥ രജ്വാം സർപ്പ ഇവ ഗൃഹതഃ തത്വം സ്വപ്നോ ഭവതി. സ്വപ്ന ജാഗ്രതയോരന്യഥ, സ്വപ്നത്തിനും ജാഗ്രതത്തിനും ഈ അന്യഥാബോധമുണ്ട്. ഈ അന്യഥാബോധത്തിലാണ് എല്ലാ സംശയങ്ങളും, എല്ലാ ഭ്രാന്തികളും നിലനിൽക്കുന്നത്. അത് ലൗകികമായ കാര്യങ്ങളിലായാലും ശരി, ആത്മസത്തെ സംബന്ധിച്ചായാലും ശരി, സ്വസ്വരൂപത്തെ സംബന്ധിച്ചായാലും ശരി. രജ്വാം സർപ്പൈവ, അത് പരമാർത്ഥമാണ്. അതുകൊണ്ടാണ് രജ്ജുവിൽ സർപ്പത്തെ പോലെ എന്ന് പറയുന്നത്. നമ്മൾ ഏത് സംശയങ്ങളും, എല്ലാ ഭ്രാന്തികളും ഒന്നും പരമാർത്ഥമാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന സംശയങ്ങൾ ശരി എന്ന് കരുതിയിട്ടാണ് നമ്മൾ
അതിന് സമാധാനത്തെ, ഉത്തരത്തെ പ്രതീക്ഷിക്കുന്നു. മനസ്സിലുണ്ടെന്നാണ് എന്റെ ചോദ്യം ശരിയാണ്, അതുകൊണ്ട് ഞാൻ എന്താണ് പ്രതീക്ഷിക്കുന്നത്? അതിനൊരു ശരിയായ ഉത്തരം. ശരിയായ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ ശരിയായ അറിവുണ്ടാകും എന്നാണ് നമ്മൾ ധരിക്കുന്നത്. ഒരു സംശയവും ശരിയല്ല, ഒരു സമാധാനവും ശരിയല്ല. അപ്പോ ചോദ്യം ഉത്തരം, സംശയം സംശയ നിവൃത്തി, ഈ രീതിയിലൂടെ നിശ്ചയം ഉണ്ടാകത്തില്ല. ഒരു സംശയം ഉണ്ടായി, ഒരു സംശയം നിവർത്തിച്ചു കഴിഞ്ഞാൽ അതെന്താണ്? അടുത്ത സംശയത്തിന്റെ ബീജമാണ്. ആ രീതിയിൽ നിശ്ചയം ഉണ്ടാകത്തില്ല. എന്തുകൊണ്ട്? അന്യഥാഗ്രഹണമാണ്. വാസ്തവത്തെ ഗ്രഹിക്കാതിരിക്കുന്നിടത്താണ് ഈ സംശയവും സംശയത്തിന്റെ സമാധാനവും നിൽക്കുന്നത്. അതിനാധാരമായിരിക്കുന്ന എന്താണ്? അഗ്രഹണമാണ്. എല്ലാ ഭ്രാന്തികളും എല്ലാ സംശയങ്ങളും അഗ്രഹണത്തിലും അന്യഥാഗ്രഹണത്തിലുമാണ് നിൽക്കുന്നത്. അപ്പൊ അതിന്റെ പരിഹാരങ്ങളിലൂടെ എങ്ങനെ നിശ്ചയം ഉണ്ടാകും? ഈ തുരീയ അധിഗമം എന്ന് പറയുന്നതിലൂടെ എന്താണ് ആചാര്യം പറയുന്നത്? ഒരു നിശ്ചയമാണ്. അതിനാണ് വേറെ ഭാഷയിൽ നമ്മൾ പറയുന്ന ഒരു ബോധ്യപ്പെടലാണ്. സംശയം പരിഹാരം, സംശയം നിവർത്തി, ഈ രീതിയിൽ അത് സാധ്യമല്ല. പിന്നെ സംശയ നിവൃത്തിയിലൂടെ എന്താ നമ്മൾ നേടുന്നത്? നമ്മുടെ യുക്തിക്കൊരു സമാധാനം വരുന്നു, അത്രയേ ഉള്ളൂ. നമ്മുടെ ഉള്ളിൽ ഈ അന്യഥാഗ്രഹണത്തിൽ പല യുക്തികൾ പ്രവർത്തിക്കും. ആ യുക്തിക്ക് സമാധാനം കിട്ടുമ്പോൾ മനസ്സിനൊരു സമാധാനം വരും. എന്റെ സംശയം മാറി. പക്ഷെ അതല്ല ഇവിടെ നിശ്ചയം. ഇതിനെല്ലാം ഇവിടെ പറയുന്ന പേരെന്താണ്? വിപര്യാസം. ഈ അന്യഥാഗ്രഹണത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംശയഭ്രാന്തികളെല്ലാം വിപര്യാസങ്ങളാണ്. വിപര്യാസം എന്ന് പറഞ്ഞാൽ ആ തത്വത്തിൽ നിന്നുള്ള വ്യതിചലനമാണ്. അതുകൊണ്ടാണ് അതിന് പറഞ്ഞിരിക്കുന്നത് രജ്വാം സർപ്പയുവ. അത് പരമാർത്ഥമല്ല. ആ ഒരു പ്രക്രിയയിലൂടെ പരമാർത്ഥത്തെ ബോധിക്കാമെന്ന് കരുതണ്ട. അത് നിഷ്പ്രയോജനമല്ല. എന്തുകൊണ്ട്? അത് നമുക്ക് മനസ്സിന് സമാധാനത്തെ തരും. എന്തെങ്കിലും നമ്മുടെ ബുദ്ധിക്ക് നിരക്കാത്തത് കേട്ടാൽ നമ്മൾക്ക് അസ്വസ്ഥത വരും. അതിനൊരു സമാധാനം കിട്ടിക്കഴിഞ്ഞാൽ ശരി, മനസ്സ് സമാധാനപ്പെടും. അത്രയൊരു പ്രയോജനം അതിനുണ്ട്. അതാണ് മനനത്തിന്റെ ഒരു പ്രയോജനം. പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? എന്നാ മന്തവ്യം, മനനത്തിലൂടെ ഗ്രഹിക്കുന്നതല്ല ഇത്. മനസ്സിനൂടെ പ്രവർത്തിക്കാൻ പറ്റില്ല എന്നെല്ലാം പറയുന്ന അതാണ്. പക്ഷേ ഈ അന്യഥാഗ്രഹണത്തിൽ, ഇവിടെ സ്വപ്നത്തിലെയും ജാഗ്രതത്തിലെയും അന്യഥാഗ്രഹണത്തിൽ നിൽക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ ഇതിനോട് അടുക്കുന്നതിന് വേറെ ഉപായമൊന്നുമില്ല. പ്രാഥമികമായ ഉപായങ്ങളൊന്നുമില്ല. അതുകൊണ്ട് സ്വപ്ന ജാഗ്രതയോഹോ അന്യഥാ ഗൃഹണത, ഈ അന്യഥാഗ്രഹണത്തിൽ നിൽക്കുന്നവന് അവന്റെ തത്വം സ്വപ്നവും ഭവതി. അവനെ സംബന്ധിച്ചിടത്തോളം ഇതാണ് വാസ്തവം. അവനെ സംബന്ധിച്ചിടത്തോളം ഈ അന്യഥാഗ്രഹണമാണ് വാസ്തവം. ഈ പ്രശ്നത്തിന്റെയും സമാധാനത്തിന്റെയും നിലമാണ് വാസ്തവം. പക്ഷെ ഇതെന്താണിത്? സ്വപ്നമാണ്. ഇതിനെല്ലാം ഇവിടെ നിശ്ചയം എന്ന് പറയുന്നത്. അപ്പോൾ നിശ്ചയം എന്ന് പറയുന്നത് എന്താണോ? ഇത് രണ്ടും ഇല്ലാതാകുന്നതാണ് നിശ്ചയം. ചോദ്യങ്ങളും സമാധാനങ്ങളും അവസാനിക്കും.
നിശ്ചയം എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ നിശ്ചിന്തത വരുന്നത്. ചിന്തയുള്ളിടത്തല്ലേ ചോദ്യം സമാധാനമുള്ളൂ. നിശ്ചിന്തനായിത്തീരുക. ഏതിന് നിശ്ചിന്തനായിത്തീരുക? ഈ വിഷയത്തിൽ തുര്യനെ സംബന്ധിച്ച്. ആ തുര്യനെ സംബന്ധിച്ചെന്ന് എന്തുകൊണ്ട് പറയുന്നു? അപ്പൊ അങ്ങനെ ഒരു നിശ്ചയം വന്നു കഴിഞ്ഞാൽ പിന്നെ മനസ്സിൽ ചിന്തയൊന്നും നടക്കത്തില്ല, ചിന്തിക്കത്തില്ല. ചിന്തിക്കാത്ത ആളെങ്ങനെ സംസാരിക്കുന്നു, എങ്ങനെ പ്രവർത്തിക്കുന്നു? ആ ചിന്തയുടെ നിരോധനം എന്ന് പറയുന്നത് എന്താണ്? തുര്യനെ സംബന്ധിച്ചുള്ള ചിന്തകളുടെ നിരോധനമാണ്. തുര്യനെ സംബന്ധിച്ചുള്ള എങ്ങനെയുള്ള ചിന്ത? ചിന്തയെന്ന് പറയുന്നത് മനോവൃത്തികൾ, സംശയരൂപത്തിലുള്ള മനോവൃത്തികൾ, ഭ്രമാത്മകമായ മനോവൃത്തികൾ, അജ്ഞാന രൂപത്തിലുള്ള മനോവൃത്തികൾ, ഇതെല്ലാം അവസാനിക്കുകയാണ്. അപ്പൊ ചിന്ത അവസാനിക്കുക എന്ന് പറഞ്ഞാൽ അതാണ്. സാധാരണ മനുഷ്യന് ആത്മാവിനെ കുറിച്ചോ പരമാത്മാവിനെ കുറിച്ചോ ഒന്നും സംശയങ്ങളേ ഇല്ല. കാരണം അത് അവരുടെ ചിന്തയുടെ വിഷയമല്ല. അവർക്ക് ലോകകാര്യങ്ങളിലാണ് അവരുടെ അജ്ഞാനവും ഭ്രാന്തിയും സംശയമല്ല. ജിജ്ഞാസുക്കളെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാളെല്ലാം ഉപരി സംശയവും ഭ്രാന്തിയും അജ്ഞാനവും എല്ലാം തന്റെ സ്വരൂപത്തെ സംബന്ധിച്ചാണ്. ഉപദേശിക്കുന്ന ആരോട്? ജിജ്ഞാസുവിനോടാണ് ഉപദേശിക്കുന്നത്. വെറും പാമ്പരനോട് ഉപദേശിച്ചിട്ട് കാര്യമില്ല. നിശ്ചന്തനായി തീരുക എന്ന് പറയുന്നത് ആരോട് പറയുന്നു? അജിജ്ഞാസുവിനോട്. ഏത് വിഷയത്തിലാണോ അവന്റെ ചിന്ത പ്രവർത്തിക്കുന്നത് ആ വിഷയത്തിൽ അവൻ നിശ്ചിന്തനാണ്. മറ്റു കാര്യങ്ങളവിടെ മുഖ്യമല്ല, ഗൗണമാണ് അവനെ സംബന്ധിച്ച്. അവൻ ഏത് കാര്യത്തിലാണ് അവൻ ചിന്തിക്കുന്നത്? ഈശ്വരനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച്. അതിൽ നിശ്ചിന്തനായി തീരുക എന്നുള്ളതാണ്. അങ്ങനെ നിശ്ചിന്തനായാൽ അതാണ് ഇവിടെ പറയുന്നത് നിശ്ചിതനായി തീരുക എന്ന് പറയുന്നത്. അതാകാതിരിക്കുന്നിടത്തോളം കാലം എന്താണ്? അവൻ സ്വപ്നത്തിലാണ്. അന്യഥാ ഗൃഹത സ്വപ്നം. അന്യഥ ഗ്രഹിച്ചുകൊണ്ടുള്ള സ്വപ്നത്തിലാണ്. ഒരു ജിജ്ഞാസു എന്ന് പറയുമ്പോൾ അവൻ ആധ്യാത്മികമായ ആത്മീയമായ സ്വപ്നത്തിലാണ്. ഇപ്പോൾ ആത്മാവിനെ സംബന്ധിച്ചുള്ള അവന്റെ കൽപ്പനകളെല്ലാം എന്താണ്? സ്വപ്നമാണ്. ജാഗ്രതത്തിലായാലും ശരി, അത് സ്പഷ്ടമാണല്ലോ. സ്വാനുഭവത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മൾ സങ്കല്പിക്കുന്നത്. അനുഭവത്തിലില്ലാത്ത കാര്യങ്ങളെക്കുറിച്ചാണ് സ്വപ്നം കാണുന്നത്. ആധ്യാത്മികമായ നമ്മുടെ സങ്കല്പങ്ങളെല്ലാം വാസ്തവത്തിൽ സ്വപ്നമാണ്. എന്തുകൊണ്ട്? അവിടെ നിശ്ചിന്തത വന്നിട്ടില്ല. ആത്മാവിനെ കുറിച്ച് ചിന്തിക്കുന്നതേ ഉള്ളൂ, നിശ്ചിന്തത വന്നിട്ടില്ല. ആ നിശ്ചിന്തതയെ അവിടെ പ്രാപിച്ചു കഴിഞ്ഞാൽ മറ്റൊരു കാര്യം കൂടിയുള്ളത് എന്താണ്? വിഷയചിന്ത അതിനെ ബാധിക്കത്തുമില്ല. നിശ്ചിന്തതയ്ക്ക് വിഷയചിന്ത തടസ്സമല്ല. നേരത്തെ പറഞ്ഞു ഇതിന്റെ തുടക്കത്തിൽ തന്നെ, ഭുഞ്ചാനോപിന ലിപ്യത. അവൻ ആത്മനിഷ്ഠനായാൽ എന്താണ്? അവൻ സർവ്വവിഷയങ്ങളെയും ഗ്രഹിച്ചുകൊണ്ടിരുന്നാലും അതൊന്നും അവന്റെ ആത്മനിഷ്ഠയെ ബാധിക്കുന്നില്ല. നമ്മളവിടെ അങ്ങനെയാ മനസ്സിലാക്കിയത്. ഇവിടെ പറയുന്നത് ആ തുര്യനുള്ള നിശ്ചയത്തെക്കുറിച്ചാണ്. അതിന് നിശ്ചയം വരെയുണ്ട്. ഈ വിഷയം സർവജ്ഞത എന്ന് പറയുന്ന കാര്യത്തെക്കുറിച്ച്
പറയുമ്പോൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ലോകകാര്യങ്ങളിൽ നമ്മൾ ബുദ്ധിമാനാണോ മണ്ടനാണോ, സർവജ്ഞനാണോ അല്പജ്ഞനാണോ, അതൊന്നും ഇവിടെ വിഷയമല്ല. ആത്മകാര്യത്തിൽ നിശ്ചിന്തനാവും. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത്. അത് സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? ഈ അന്യഥാഗ്രഹണം അതിങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു ജാഗ്രത സ്വപ്ന രൂപത്തിൽ. അതിനാധാരമായിട്ട് നിദ്ര, അഗ്രഹണം അത് സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. നിദ്ര, തത്വം, അജാനത, തിസൃഷു അവസ്ഥ തുല്യ. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞ തത്വത്തിലാണ് നിശ്ചയം വരേണ്ടത്. തത്വത്തിലുള്ള നിശ്ചയം എന്ന് പറയുന്നത് തത്വത്തിലുള്ള ഭ്രാന്തിയും വിപര്യങ്ങളും എല്ലാം ഒടുങ്ങുകയാണ്. അതൊടുങ്ങുമ്പോൾ തത്വത്തെ സംബന്ധിച്ച് പിന്നെ ചിന്തിക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനെക്കുറിച്ച് പിന്നെ സ്വപ്നം കാണേണ്ട ആവശ്യമില്ല. അതിനെക്കുറിച്ചുള്ള കൽപ്പനകളുടെ ആവശ്യമില്ല. അങ്ങനെ അല്ലെങ്കിലോ ആ തത്വത്തെ അറിയാതിരുന്നാലോ തുല്യ തിസൃഷു അവസ്ഥാസു, അവന് മൂന്നവസ്ഥയിലും നിദ്ര തുല്യമാണ്. മൂന്നവസ്ഥയിലും അവൻ ഉറങ്ങുന്നു. ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും അവൻ ഉറങ്ങുന്നു. ജാഗ്രതത്തിലും അവൻ ഉറങ്ങുന്നു എന്നാണ് പറയുന്നത്. നിദ്ര തുല്യ. അതുകൊണ്ടാണ് ഈ നിശ്ചിതമായ അവസ്ഥയെ പരാജാഗ്രത എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ഉണർന്നിരിക്കുന്ന ജാഗ്രതല്ല, നമ്മൾ ഉറക്കത്തിൽ നിന്നും ഉണർന്ന ജാഗ്രതല്ല, ആണ് പരാജാഗ്രത എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ജാഗ്രതല്ല? ഈ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന ജാഗ്രതത്തിൽ നമുക്ക് സംശയങ്ങളുണ്ട്, അറിവില്ലായ്മയുണ്ട്, ഭ്രാന്തിയുണ്ട് തിരിയനെ സംബന്ധിച്ച്. ഈ ജാഗ്രത പോരാ. ഇതില്ലാതായാൽ ശേഷിക്കുന്ന ജാഗ്രത എന്ന് അതിനെക്കുറിച്ച് നമുക്ക് സങ്കല്പിക്കാം. അങ്ങനെയാണ് അതിനെക്കുറിച്ച് പറയുന്നത്. അതാണ് നിശ്ചിതമായ സ്ഥിതി എന്നിവിടെ പറയുന്നത്. അങ്ങനെ അല്ലെങ്കിലോ നമ്മൾ നിദ്രയിലാണ്, ഉണർന്നിരിക്കുമ്പോൾ നിദ്രയിലാണ്. അപ്പൊ ഈ നിദ്രയിലിരുന്നുകൊണ്ട് തുര്യനെ കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങളെല്ലാം അത് അന്യഥാ ജ്ഞാനമാണ്. അതിനിവിടെ പറയുന്നത് വിപര്യാസമാണ്. ഇവിടെ തിരിക്കുന്ന പേരാണ് വിപര്യാസം. അപ്പൊ നമ്മളിപ്പോ ഉണർന്നിട്ടില്ല. ഉണർന്നിട്ടുണ്ട്, പക്ഷെ അത് സുഷുപ്തിയിൽ നിന്നുള്ള ഉണർവാണ്. കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ഈ ഉണർവെന്ന് പറയുന്നത് ബീജവും അങ്കുരവും പോലെയാണ്. അങ്കുരത്തിന് ബീജത്തെ വിട്ടു നിൽക്കാൻ പറ്റത്തില്ല. അപ്പൊ ആ ബീജം ഇവിടെയും നിൽക്കുന്നു, ആ വിത്ത്. അതുകൊണ്ടിത് ശരിയായ ഉണർവല്ല. അതുകൊണ്ട് ഇവിടെയും നിദ്രയുണ്ട് എന്നാണ്. ഈ നിദ്രയിൽ നിന്നുകൊണ്ട് നമ്മൾ പലതും കൽപ്പിക്കുന്നു, ജ്ഞാനികളാകുന്നു. അതെല്ലാം എന്താണ് ഇവിടെ പറയുന്നത്? വിപര്യാസമാണ്. ഇത് നശിക്കുന്ന ആ പരാജാഗ്രത അങ്ങനെ പറയുന്നു. വാസിഷ്ഠത്തിനും മറ്റും അങ്ങനെ പറയുന്നു. അതാണ് തുര്യാധിഗമം എന്നിവിടെ പറയുന്നത്. അതെങ്ങനെ സംഭവിക്കുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. സ്വപ്ന നിദ്രയോഹോ തുല്യത്വ വിശ്വതേജസയോരേകരാശിത്വം. സ്വപ്ന നിദ്രകൾക്ക് തുല്യതയുണ്ട്. എന്താണ് അതിന്റെ തുല്യത എന്ന് പറയുന്നത്? രണ്ടിടത്തും വിപര്യാസമുണ്ട്, അന്യഥാഗ്രഹണമുണ്ട്. അതാണ് ഇവിടുത്തെ തുല്യത എന്ന് പറയുന്നത്. പലയിടത്തും പറയും ഇതൊരു സ്വപ്നമാണ്. ഇത് സ്വപ്നമാണെങ്കിൽ എന്തിനെ ജാഗ്രത എന്ന് വിളിക്കണം? ഇതിനെ സ്വപ്നമെന്ന് വിളിച്ചാൽ പോലെ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് ഇത് സ്വപ്ന തുല്യമാണ്.
സ്വപ്നതുല്യം എന്ന് പറഞ്ഞാൽ സ്വപ്നത്തിൽ അന്യഥാഗ്രഹണമുണ്ട്, ഇവിടെയും അന്യഥാഗ്രഹണമുണ്ട്. ഈ അന്യഥാഗ്രഹണത്തിൽ മുഖ്യമായിട്ടുള്ള എന്താണ്? അതാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത്. ഈ തുര്യനെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ, ഭ്രാന്തികൾ, അറിവില്ലായ്മ. അറിവില്ലായ്മയോട് ചേർന്നേ നിൽക്കും സംശയവും ഭ്രാന്തിയും. അതാണ് നിദ്രയുണ്ടെന്ന് പറയുന്നത്. സുഷുപ്തിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലല്ലോ, തുര്യനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല. ജാഗ്രതയിൽ ചിന്തിക്കാം, സ്വപ്നത്തിനും ചിന്തിക്കാം. സ്വപ്നത്തിനും ചിന്തകളുണ്ട്, നമ്മളതിന് സ്വപ്നമെന്ന് വിളിക്കുന്നു, പക്ഷെ അവിടെയും ചിന്തകളുണ്ട്. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും ഏകരാശിത്വം, ഇതിനെ ഒന്നാക്കാം. ഈ വിപര്യാസത്തെ, ഈ അന്യഥാഗ്രഹണം ഇതൊന്നാണ്. അന്യഥാഗ്രഹണ പ്രാധാന്യ, ഇവിടെ അന്യഥാഗ്രഹണത്തിനാണ് പ്രാധാന്യം. ഈ അന്യഥാഗ്രഹണമാണ് പ്രപഞ്ചത്തെ നമുക്ക് അറിയിച്ചു തരുന്നു, പ്രപഞ്ചബോധത്തെ ഉണ്ടാക്കിത്തരുന്നു. ശരീരത്തെക്കുറിച്ചും മനസ്സിനെക്കുറിച്ചും എല്ലാ ബോധവും നമുക്കുണ്ടാക്കുന്നു. തുര്യനെ കുറിച്ച് ബോധം ഉണ്ടാക്കിത്തരുന്നു ഇത് തന്നെ. ഈ അന്യഥാഗ്രഹണത്തിൽ നിന്നുകൊണ്ട് നമ്മൾ ഈ തുര്യനെ കുറിച്ച്, ആത്മാവിനെ കുറിച്ച് എല്ലാം എന്തെല്ലാം ജ്ഞാനം നമ്മൾ ആർജിച്ചാലും ശരി, അതെല്ലാം അന്യഥാഗ്രഹണത്തിൽ ഉൾപ്പെട്ടു പോകും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് തുര്യാധിഗമം, നിശ്ചിന്തത എന്ന് പറയുന്നത്. ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിക്കാത്ത തരത്തിൽ ഇത് പ്രകാശിക്കണം. അല്ലേ? ഒരു ദീപം നമ്മുടെ മുമ്പിൽ പ്രകാശിക്കുമ്പോൾ മറ്റൊരു ദീപം കൊണ്ട് ആ ദീപത്തെ കാണാൻ ശ്രമിക്കുന്നത് പോലെയാണ് നമ്മുടെ ചിന്തകളിലൂടെ, നമ്മുടെ മനസ്സിലൂടെ നമ്മൾ ഇതിനറിയാൻ ശ്രമിക്കുന്നത്. അത് അന്യഥാഗ്രഹണമാണ്. വാസ്തവത്തിൽ നമുക്കൊരു ദീപത്തിന്റെ സഹായമില്ലാതെ തന്നെ ഒരു ദീപത്തെ അറിയും. പ്രകാശത്തിന്റെ സഹായം കൂടാതെ പ്രകാശത്തെ ഗ്രഹിക്കാം. അപ്പൊ തുര്യൻ എന്താണ്? സ്വയം പ്രകാശിക്കുന്നതാണ്. അപ്പൊ മറ്റൊരു പ്രകാശങ്ങളുടെയും സഹായം കൂടാതെ തുര്യനെ ഗ്രഹിക്കണം. തുര്യൻ പ്രകാശിക്കണമെന്നർത്ഥം. അതിനെന്ത് വേണം? ഈ പറയുന്ന നിശ്ചിന്തത വരണം. തുര്യനെ സംബന്ധിച്ചുള്ള ഭ്രാന്തി, സംശയം, അജ്ഞാനം ഇതെല്ലാം അറ്റുപോകണം. അത് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ്, എങ്ങനെ അത് സംഭവിക്കുന്നു എന്നുള്ള വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് ഈ അന്യഥാഗ്രഹണത്തെക്കുറിച്ച് പറയുന്നത്. നമുക്ക് ഏറ്റവും പരിചയമുള്ളത് അതാണ്, ഈ അന്യഥാഗ്രഹണമാണ്. ഈ അന്യഥാഗ്രഹണത്തിന്റെ ശക്തി കൊണ്ടെന്താണോ നമ്മുടെ അറിവില്ലായ്മ പോലും നമ്മളിൽ നിന്ന് അകന്നിരിക്കുകയാണ്. ഇവിടെ പറയുന്നത് ഗുണഭൂത നിദ്ര. ഇവിടെ നിദ്ര എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നേ ഇല്ല. അതാണ് മുഖ്യം. നമ്മളിവിടെ ശ്രദ്ധിക്കുന്ന എന്തിനാണ്? നമ്മുടെ അറിവിലാണ്, നമ്മുടെ അറിവില്ലായ്മയിലല്ല എന്നാ പറയുന്നത്. നമ്മുടെ ശ്രദ്ധയിൽ തെളിഞ്ഞിരിക്കുന്ന എന്താണ്? നമ്മുടെ അറിവുകളാണ്. ആത്മാവിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ പറയുകയാണ്, ലോകകാര്യങ്ങളല്ല. അവിടെയുള്ള നമ്മുടെ അറിവിലാണ് നമ്മുടെ ശ്രദ്ധയല്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു? നമ്മുടെ അറിവില്ലായ്മ നമുക്ക് പിടികിട്ടാതിരിക്കുന്നു. നമ്മുടെ ജാഗ്രതത്തിൽ, നമ്മുടെ ഉണർവിൽ വളരെ മുഴച്ചു നിൽക്കുന്ന എന്താണ്? നമ്മുടെ അറിവാണ്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ അറിവില്ലായ്മയെ പിടികിട്ടുന്നില്ല. പക്ഷെ നമ്മുടെ ഈ അറിവിന് ആധാരമായിരിക്കുന്ന എന്താണ്? നിദ്രയാണ്, അറിവില്ലായ്മയാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അത് ഗുണഭൂതമായിരിക്കുന്നു എന്ന് വെച്ചാൽ ഗൗണമായിരിക്കുന്നു, അപ്രധാനമായിരിക്കുന്നു. പക്ഷെ ആ അറിവില്ലായ്മയാണ് ഈ അറിവിനെല്ലാം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. തസ്മിൻ വിപര്യാസ സ്വപ്ന. വാസ്തവത്തിൽ എന്താണ്? നമ്മുടെ ഈ അറിവില്ലായ്മയിൽ
ഇതിലുള്ള ഒരു സ്വപ്നമാണ് ഈ അറിവില്ല. അറിവില്ലായ്മയെ ആശ്രയിച്ചുള്ള സ്വപ്നമാണ് ഈ അറിവില്ല. ഈ അറിവ് അതിന്റെ പരമാർത്ഥതയിൽ എത്തണമെങ്കിൽ നമ്മൾ അറിവിനെക്കുറിച്ച് ബോധവാനാകണം, അറിവില്ലായ്മയെക്കുറിച്ച് ബോധവാനാകണം. അറിവിനെക്കുറിച്ച് നമ്മൾ ബോധവാനാണ്, ഇനി അറിവില്ലായ്മയെക്കുറിച്ചുകൂടി ബോധവാനായാൽ മതി. അറിവില്ലായ്മയെക്കുറിച്ച് ബോധവാനായാൽ അവിടെ നിശ്ചിന്തത വരും. എങ്ങനെ? അറിവില്ലായ്മയെക്കുറിച്ച് ബോധവാനാകുക എന്ന് പറഞ്ഞാൽ ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് കാണുന്ന പോലെയാണ്. ഇരുട്ടിനെ വെളിച്ചം കൊണ്ട് കാണാൻ ശ്രമിച്ചാൽ അവിടെ ഇരുട്ട് നശിക്കുന്നു. ഏത് ഇരുട്ടിനെയാണോ നമ്മൾ കാണാൻ ശ്രമിച്ചത് ആ ഇരുട്ട് നശിച്ചു, അവിടെ വെളിച്ചം മാത്രമാവും. നമ്മുടെ അറിവില്ലായ്മയെക്കുറിച്ച് ബോധവാനായി കഴിഞ്ഞാൽ അവിടെ ചിത്തം നിശ്ചിന്തതയെ പ്രാപിക്കും. അറിവില്ലായ്മയെ, ആ ഇരുളിനെ എന്ത് ചെയ്യും? അതിന് നാശം സംഭവിക്കുന്നു. അതിന് തടസ്സമായിരിക്കുന്നത് എന്താണ്? നമ്മുടെ അറിവാണ്, ഈ സ്വപ്നമാണ്. ഇവിടെ അറിവിന് പ്രാധാന്യവും അറിവില്ലായ്മയ്ക്ക് അപ്രാധാന്യവും. അതുകൊണ്ടാണ് ഈ അറിവിന് അന്യഥാഗ്രഹണത്തിന് സ്വപ്നം എന്ന് പറയുന്നത്. ഈ അന്യഥാഗ്രഹണം എന്ന് പറയുമ്പോൾ നമ്മുടെ എല്ലാ അറിവും അതിൽപ്പെടും. എന്തെല്ലാം അറിവ് നമ്മൾ ആർജിക്കുന്നു അതെല്ലാം അതിൽപ്പെടും. ആത്മാവിനെ സംബന്ധിച്ചും ആധ്യാത്മികതയെ സംബന്ധിച്ചുള്ള നമ്മുടെ സർവ്വസങ്കല്പങ്ങളും അതിൽപ്പെടും. ഇവിടെ അതിനെല്ലാം കൂടെ ഒറ്റ വാക്കേ ഉള്ളൂ, അന്യഥാഗ്രഹണം. അപ്പോൾ ശ്രുതി എന്താണ് പറയുന്നത്? അല്ലെങ്കിൽ ശ്രവണം കൊണ്ട് എന്താണ് സാധിക്കേണ്ടത്? പുതിയ പുതിയ അറിവുകൾ ആർജിക്കുകയല്ല. ആർജിക്കുന്ന ഒന്നും നിലനിൽക്കത്തില്ല, ഉണ്ടാകുന്നതെല്ലാം നശിക്കും. നമ്മുടെ ഇതിനെല്ലാം ആധാരമായിരിക്കുന്ന ആ അറിവില്ലായ്മയെ അത് നശിക്കുക എന്നുള്ളതാണ്. അത് സംഭവിക്കും. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് എന്താണ്? നിശ്ചിത. അവിടെയാണ് നിശ്ചിന്തത വരുന്നത്. നമ്മൾ അറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ നിശ്ചിന്തത വരും, വരുന്നില്ല. അപ്പോൾ അവിടെ എന്തോ ഒരു തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അഗ്രഹണം, അന്യഥാഗ്രഹണം, ആത്മാവിനെ സംബന്ധിച്ചുള്ള ഇത് രണ്ടും ഇല്ലാതാകുന്നിടത്താണ് തുര്യാധിഗമം എന്ന് പറയുന്നത്. അതാണ് ശരിയായ ജാഗ്രത. ഇത് ഇവിടെ തന്നെ സംഭവിക്കണം. ജാഗ്രതയിൽ നിന്നും പരാജാഗ്രതയിലേക്ക് പോകണം. ഈ ഉണർവിൽ നിന്നും പരമമായ ഉണർവിലേക്ക് പോകണം. അത് പോകുന്നതിന് ഇവിടെ ആവശ്യമില്ലാത്തതിനെ നീക്കം ചെയ്താൽ മതി. അതിലേറ്റവും പ്രധാനമായിരിക്കുന്ന എന്താണ്? ഈ അറിവില്ലായ്മ തന്നെ. നമ്മുടെ എല്ലാ അറിവുകൾക്കും ആശ്രയമായിരിക്കുന്ന അറിവില്ലായ്മ. അതെവിടെ സ്പഷ്ടമായിരിക്കുന്നു? അതാണ് അടുത്ത് പറയുന്നത്. തൃതീയേതു സ്ഥാനേ തത്വജ്ഞാന ലക്ഷണേ നിദ്രൈവ കേവല വിപര്യാസ. അതൊരു വിപര്യാസമാണ്. ഇത്രയും അറിവുള്ള എനിക്ക് അറിവില്ലായ്മയുണ്ടോ എന്ന് നമ്മൾ സംശയിക്കും. ആത്മാവിനെ കുറിച്ച് ഇത്രയൊക്കെ വ്യക്തമായിട്ട് ധരിച്ചിരിക്കുന്ന എനിക്ക് ഇനിയും എന്താ അറിവില്ലായ്മ? അറിവില്ലായ്മയുണ്ട്. അറിവില്ലായ്മ വ്യക്തമാകും ഇവിടെ തൃതീയ സ്ഥാനത്തിൽ. അവിടെയാണ് അറിവില്ലായ്മ വ്യക്തമാകുന്നത്. ഉറക്കത്തിൽ തത്വജ്ഞാന ലക്ഷണവും നിദ്ര. തത്വജ്ഞാനം എന്ന് പറയുന്ന നിദ്ര അതുണ്ട്. ആത്മാവിനെ അറിയാതെ തന്നെ ഉറങ്ങാൻ പോകുന്നു. ഉണർന്നു വരുന്നതും അതിനെ അറിയാതെ തന്നെ. അവിടെ ഈ അന്യഥാഗ്രഹണങ്ങളെല്ലാം നശിച്ചിട്ടും എന്താ
ഉണർന്നു വരുമ്പോൾ വീണ്ടും ഇതെല്ലാം പിടികൂടുന്നു. ഉറങ്ങിക്കിടന്നപ്പോൾ നമ്മൾ അജ്ഞനായിരുന്നില്ല, പക്ഷെ ഉണർന്നു വന്നപ്പോൾ വീണ്ടും അജ്ഞനായി. ഉറങ്ങിക്കിടന്നപ്പോൾ അജ്ഞനായിരുന്നില്ല എന്ന് പറഞ്ഞാൽ ആ വിഷയം നമ്മളോട് ചിന്തിക്കുന്നില്ല. ഞാൻ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ, അതോ ഇപ്പോഴാണ് ചിന്തിക്കുന്നത്, ഉണർന്നു വന്നിട്ടാണ് ആ സംശയം, താൻ ജ്ഞാനിയാണോ അജ്ഞാനിയാണോ. ഉറക്കത്തിൽ അങ്ങനെ ഒരു സംശയമേ ഇല്ല. പക്ഷെ ഉണർന്നു വരുമ്പോൾ അജ്ഞനായി തന്നെ ഇരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് തീരുമാനിക്കാം എന്താണ്, എന്തായാലും ഞാൻ ജ്ഞാനിയായിട്ട് അജ്ഞനായതല്ല. ആ അജ്ഞത വീണ്ടും തുടർന്നു. മുമ്പുണ്ടായിരുന്നില്ലെങ്കിൽ അതങ്ങനെ തുടരും. അജ്ഞത തുടരുന്നു. പക്ഷേ ഇവിടെ പറയുന്നു, തത്വജ്ഞന്മാരെ കുറിച്ച് പറയുന്നു, നിശ്ചിതന്മാരെ കുറിച്ച് പറയുന്നു, അവർക്ക് ഈ അജ്ഞാനമില്ലെന്ന് പറയുന്നു. അപ്പോൾ ഉറക്കത്തിൽ എനിക്ക് അങ്ങനെ ഒരു അജ്ഞാനമില്ലാത്ത അവസ്ഥയെ പ്രാപിക്കാൻ കഴിഞ്ഞില്ല. അതെന്തെങ്കിലും എവിടെയെങ്കിലും ഏതെങ്കിലും അവസ്ഥയിൽ ഞാൻ പ്രാപിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഉണരുമ്പോഴും എനിക്ക് സംശയവും ഭ്രാന്തിയും ഒന്നും വരത്തില്ലായിരുന്നു. അതുകൊണ്ട് നമുക്ക് ചിന്തിക്കാം എന്താണ് അവിടെ അത് സ്പഷ്ടമാണ്. ഇവിടെ ഈ അന്യഥാഗ്രഹണം കൊണ്ടത് അസ്പഷ്ടമായിപ്പോയി, ഗൗണമായിപ്പോയി. ഇവിടെ അറിവിന് പ്രാധാന്യം വന്നു, അറിവില്ലായ്മ അപ്രധാനമായിപ്പോയി. അവിടെ അറിവില്ലായ്മ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ അറിവില്ലായ്മയെ നമുക്ക് കൂടുതൽ വ്യക്തമാക്കി തരാൻ വേണ്ടിയിട്ടാണ് സുഷുപ്തിയെക്കുറിച്ച് പറയുന്നത്. ഇത് രണ്ടും പോകണം, നമ്മുടെ അറിവും പോകണം, അറിവില്ലായ്മയും പോകണം. ഏതെങ്കിലും ഒരു അറിവിനെ, അത് ആത്മാവിനെ സംബന്ധിച്ചായാലും ശരി അനാത്മാവിനെ സംബന്ധിച്ചായാലും ശരി, ആശ്രയിച്ച് നിൽക്കുന്നതല്ല ഇവിടെ പറയുന്ന നിശ്ചിന്തത. ഏതെങ്കിലും ഒരു അറിവിനെ നമ്മൾ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ്, അന്യഥാഗ്രഹണത്തിലാണ്, നമ്മുടെ കൽപ്പനയിലാണ്. ഈ കൽപ്പനകളൊന്നും ശരിയല്ല എന്ന് ബോധിച്ചാൽ എന്താ, നമ്മുടെ ബോധം നഷ്ടപ്പെട്ടു പോകും? ഇല്ലല്ലോ. അപ്പൊ ശേഷിക്കുന്ന ബോധമാണ് പരാജാഗ്രത. ബോധത്തെ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ബോധത്തിനൊന്നും സംഭവിക്കത്തില്ല. ശ്രുതി അതല്ലേ പറയുന്നത്, നേതി നേതി. പക്ഷെ ഈ വിപര്യാസങ്ങൾ അവിടെ ക്ഷീണിക്കും. അതിനെക്കുറിച്ചാണ് അടുത്ത് പറയുന്നത്. അത് തയോഹോ കാര്യകാരണസ്ഥാനയോഹോ അന്യഥാഗ്രഹണ അഗ്രഹണലക്ഷണ വിപര്യാസേ കാര്യകാരണ ബന്ധരൂപേ പരമാർത്ഥ തത്വപ്രബോധത ക്ഷീണേ തുരീയം പദം അശ്നുതേ തഥാ ഉഭയലക്ഷണം ബന്ധരൂപം തത്ര അവശ്യം തുര്യേ നിശ്ചിതോ ഭവതി. അതുകൊണ്ടെന്താണ്, തയോഹോ കാര്യകാരണ സ്ഥാനയോഹോ അന്യഥാഗ്രഹണ അഗ്രഹണ വിപര്യാസ. ഈ രണ്ട് വിപര്യാസം, അന്യഥാഗ്രഹണവും അഗ്രഹണവും, ജാഗ്രതത്തിലും സ്വപ്നത്തിലും സുഷുപ്തിയിലും. സുഷുപ്തിയിൽ മുഖ്യമായി അഗ്രഹണം, ജാഗ്രതത്തിലും സ്വപ്നത്തിലും ഇത് രണ്ടും, അഗ്രഹണവും അന്യഥാഗ്രഹണവും. ഒന്നും അറിയാതിരിക്കുക, എല്ലാത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുക. ഒന്നും അറിയാതിരിക്കുക തന്നെ സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ സർവത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുക തന്നെ പരമാർത്ഥത്തെ അറിയാതിരിക്കുന്നു. അഗ്രഹണം എന്ന് പറഞ്ഞാൽ പരമാർത്ഥം അറിയാതിരിക്കുക, അന്യഥാഗ്രഹണം എന്ന് പറയുമ്പോൾ സർവവും അറിഞ്ഞുകൊണ്ടിരിക്കുക. ഈ അവസ്ഥ കാര്യകാരണ ബന്ധമാണ്. രണ്ടു തരത്തിൽ നമ്മൾ ബന്ധിച്ചിരിക്കുകയാണ് തുര്യനെ. ഇതാണ് ബന്ധനം എന്ന് പറയുന്നത്. ഇത് പരമാർത്ഥ തത്വപ്രതിബോധത, പരമാർത്ഥ തത്വബോധം കൊണ്ട് ഈ അഗ്രഹണത്തെയും അന്യഥാഗ്രഹണത്തെയും എല്ലാം ഒഴിവാക്കിയാൽ ശേഷിക്കുന്നതാണ് പരമാർത്ഥ തത്വബോധം. അല്ലെങ്കിൽ ഈ ഒരു ഒഴിവാക്കലിലൂടെ അവശേഷിക്കുന്നതാണ് പരമാർത്ഥ തത്വപ്രതിബോധം. തുരീയ സ്ഥിതി എന്ന് പറയുന്നതാണ്.
ക്ഷീണേ, അത് ക്ഷീണിക്കുന്നു എന്നർത്ഥം. അത് ക്ഷീണം എന്നുള്ള പദം എന്തിനാ ഉപയോഗിക്കുന്നത്? നമ്മൾ സാധാരണ ക്ഷീണിക്കുമ്പോഴാണ് വിശ്രമിക്കുന്നത്. ഇത് പരമമായ വിശ്രാന്തിയാണ്. ഇവിടെ പറയുന്ന തുര്യാധിഗമം എന്നെല്ലാം പറയുന്നത് പരമമായൊരു വിശ്രാന്തി. മുമ്പ് പറഞ്ഞെന്താണ്? ചിത്തവിശ്രാന്തി. ചിത്തത്തിന്റെ വിപര്യങ്ങൾ, സംശയങ്ങൾ, അറിവില്ലായ്മ, ഇതെല്ലാം ചിത്തത്തിന്റെ ചലനങ്ങളാണ്, ചിത്തവൃത്തികളെന്ന് പറയാം. എന്തിനെ സംബന്ധിച്ചുള്ള? തുര്യനെ സംബന്ധിച്ചുള്ള. ഈ ചലനങ്ങളെല്ലാം അവസാനിക്കണം. തുര്യനും നിശ്ചിന്തനായിത്തീരണം. ബാക്കി ചലനങ്ങളൊന്നും ഇവിടെ ഈ നിശ്ചിന്തതയെ ബാധിക്കുന്നതാണ്. ബാക്കി എല്ലാ ചലനങ്ങളും എന്താണ്? ഈ നിശ്ചിന്തതയെ ആശ്രയിച്ച് നിൽക്കുന്നതാണ്. അത് പലതവണ പറഞ്ഞിട്ടുണ്ട്. അക്കാര്യത്തിൽ ഒരു ഭ്രമമാണ് നമുക്ക്. എന്താണ്? എല്ലാ ചിന്തകളും ഒടുങ്ങണം, മനസ്സ് ചലിക്കാൻ പാടില്ല. അതാണ് നിശ്ചിന്തത. ഒരിക്കലുമല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഉപദേശമില്ല, ഗുരുവും ശിഷ്യനുമില്ല, വിദ്യയുമില്ല. ഈ പറയുന്നതിനൊക്കെ എന്തെങ്കിലും ഒരു സാർത്ഥകത വരണമെങ്കിൽ എന്ത് വേണം? ഇവിടെ ഗുരു വേണം, ശിഷ്യം വേണം, വിദ്യ വേണം. സർവചിത്തത്തിന്റെയും നിശ്ചലത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗുരു, ഇവിടെ ശിഷ്യൻ, ഇവിടെ വിദ്യ, അതിനൊന്നും പിന്നെ നിലനിൽപ്പില്ല. ഇവിടെ ക്ഷീണം എന്തിൽ സംഭവിക്കണം? ഈ തുര്യനെ സംബന്ധിച്ചുള്ള സർവ്വകാര്യങ്ങളും സംഭവിക്കണം. അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ബാധ, അത് സംഭവിക്കണം. ബാധയുടെ പ്രത്യേകത എന്താണ്? ഏതൊന്നിനാണോ ബാധ വരുന്നത് അവിടെ പ്രതീതി നിലനിൽക്കാം. പ്രതീതി നിലനിൽക്കുന്നതിന് ദോഷമില്ല. അതിന് ഉദാഹരണം പറയുന്നത് എന്താണ്? ദിഗ്ഭ്രമം, മരുമരീചി ഭ്രമം, ഇതൊക്കെയാണ്. മരുമരീചിയിലെ ഭ്രമം വെള്ളമല്ല എന്ന് ബോധ്യപ്പെട്ടാലും അത് തുടരുന്നു. അപ്പൊ നിശ്ചിന്തതയിൽ ചിത്തവൃത്തികൾ തുടരുന്നതിന് തടസ്സമില്ല. എന്തുകൊണ്ട്? അത് ബാധയാണ്, നാശം, ലയമല്ല. ഇത് ഇവിടെ ജലമില്ലാന്ന് ബോധ്യപ്പെട്ടു, എന്നാലും ജലത്തിന്റെ പ്രതീതി തുടരുന്നു, ജലത്തെ കാണുന്നു. അതെന്തുകൊണ്ട് സംഭവിക്കുന്നു? അതിനൂടെ പറയുന്നത് മായാമയം. അതിന് വേറെ സമാധാനമൊന്നും പറയാനില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ സൃഷ്ടി എന്ന് പറയുന്നത് അതിന്റെ സ്വരൂപം തന്നെ എന്താണ്? ആശ്ചര്യമാണ്. അതിന്റെ സ്വരൂപം ആശ്ചര്യമാണെന്ന് അറിഞ്ഞിരിക്കുന്നവന് ഈ സൃഷ്ടിയുടെ ഒരു ആശ്ചര്യത്തെക്കുറിച്ചും പ്രത്യേകിച്ചൊരു അത്ഭുതത്തിന് അവകാശമില്ല. സൃഷ്ടിയുടെ ഒരു വൈചിത്ര്യത്തെക്കുറിച്ചും ചിന്തിച്ച് മനസ്സിനെ അസ്വസ്ഥമാക്കേണ്ട ആവശ്യമില്ല. ഈ വൈചിത്ര്യം എന്ന് പറയുന്നത് സൃഷ്ടിയുടെ സ്വഭാവം തന്നെയാണ്. അതിനെ അയാൾ ഉൾക്കൊള്ളുന്നു, അതിനെ അംഗീകരിക്കുന്നു. അപ്പൊ പിന്നെ അതിൽ മനസ്സിനെ വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ആത്മതത്വത്തിലാണെങ്കിലും അവൻ നിശ്ചിന്തനുമായി. ഇതാണ് ബാധ എന്ന് പറയുന്നത്. അപ്പോൾ പ്രപഞ്ച വ്യവഹാരങ്ങൾക്കോ പ്രാപഞ്ചിക ചിന്തകൾക്കോ
പ്രാപഞ്ചികമായ പ്രവൃത്തികൾക്കോ ഈ നിശ്ചിന്തത തടസ്സമല്ല. ഇത് രണ്ട് തലത്തിലാണ് സംഭവിക്കുന്നത്. പാരമാർത്ഥികമായ തലത്തിൽ കാൽപ്പനികമായി ഇതെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതാണ് അദ്വൈതം പറയുന്നത്. അവനെന്ത് ചെയ്യുന്നു? പശ്യൻ തുര്യേ നിശ്ചിതോ ഭവതി. ആ നിശ്ചിന്തത വരുന്ന എവിടെയാണ്? തുര്യനിലാണ്. അവിടെയാണ് നിശ്ചിന്തത വരേണ്ടത്. നമുക്ക് ബുദ്ധിമുട്ടെന്താണ്? നമ്മൾ പ്രതീക്ഷിക്കുന്നത് സംഭവിക്കാത്തതിലാണ് നമുക്ക് ബുദ്ധിമുട്ട്. നമ്മൾ പലതും പ്രതീക്ഷിച്ചിട്ടുണ്ട്. എന്താ, ഈ നിശ്ചിന്തതയെ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒന്നല്ല. എന്തുകൊണ്ട്? ഈ നിശ്ചിന്തതയെ അനുഭവിച്ചവന് പിന്നെ ഇത് പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇത് അനുഭവിക്കാത്തവനെ സംബന്ധിച്ചിടത്തോളം അവന് ഇരിക്കുന്നത് അജ്ഞാനമാണ്. അവനിത് പ്രതീക്ഷിക്കാനൊട്ടൊക്കത്തുമില്ല. മധുരം എന്താണെന്നറിയാത്തവന് മധുരത്തെ പ്രതീക്ഷിക്കാൻ കഴിയും. നിശ്ചിതതയെക്കുറിച്ചുള്ള നമ്മുടെ തെറ്റായ ധാരണകള്, സങ്കല്പങ്ങളെല്ലാം കൊണ്ട് നമ്മൾക്ക് പല ഭ്രാന്തികളും ഉള്ളതുകൊണ്ട് നമ്മളതിനെക്കുറിച്ച് പലതരത്തിലും പ്രതീക്ഷിക്കുന്നു. എന്താണ്? പ്രപഞ്ചത്തെ മറന്നിരിക്കുകയാണ്, ശരീരത്തെക്കുറിച്ചുള്ള ബോധം നഷ്ടപ്പെട്ടു പോകുന്നതാണ്, അതൊക്കെയാണ് ഇവിടെ പറയുന്ന നിശ്ചിന്തത. അതല്ല, ഈ നിശ്ചിന്തത ഇതിനൊന്നും സംബന്ധിച്ചുള്ളതല്ല. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ളതോ ഈ ശരീരത്തെ സംബന്ധിച്ചുള്ളതോ മനസ്സിനെ സംബന്ധിച്ചുള്ളതോ അല്ല. ഇവിടെ എന്താണ് പറയുന്നത്? തുര്യേ നിശ്ചിതവും. ഇത് തുര്യനെ സംബന്ധിക്കുന്ന കാര്യമാണ് ഇവിടെ പറയുന്നത്. നമ്മളിതിനെ ഏതിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു? ഈ ലോകത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു, നമ്മുടെ ശരീരത്തോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു, നമ്മുടെ മനസ്സിനോട് ബന്ധപ്പെടുത്തി ചിന്തിക്കുന്നു. ഇതിനെയൊക്കെ സംബന്ധിച്ചുള്ള നിശ്ചിന്തതയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഇതിനെയൊക്കെ മറക്കണം, അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ അറിവിൽ നിന്ന് പോകണം. അതല്ല നിശ്ചിന്തത. ഇതിന്റെ അറിവോ മനസ്സിന്റെ പ്രവർത്തനമോ ലോകത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളോ ഒന്നും നിശ്ചിന്തതയ്ക്ക് തടസ്സമല്ല. ആയിരുന്നെങ്കിൽ ഒരിക്കലും നമുക്കിങ്ങനെ ഒരു അറിവ് ആചാര്യന്മാരിൽ നിന്നും കിട്ടത്തില്ലായിരുന്നു. എന്തുകൊണ്ട്? ഏതാചാര്യന്മാരാണോ ഇത് ഉപദേശിച്ചത് അവരെല്ലാം ഈ ലോകത്തെ കണ്ടിട്ടാണ് ഉപദേശിച്ചത്. ഈ ലോകത്തെ സംബന്ധിച്ച് അവർക്ക് നിശ്ചിന്തത വന്നിരുന്നെങ്കിൽ പിന്നെ എങ്ങനെ ഉപദേശിക്കും? അജ്ഞനെ തിരിച്ചറിയാതെ എങ്ങനെ ഗുരുവിന് ഉപദേശിക്കാൻ പറ്റും? അപ്പൊ അവരുടെ മുമ്പിൽ ലോകമുണ്ട്, ലോകത്തിന്റെ ഗുണദോഷങ്ങളെല്ലാം ഉണ്ട്, ബന്ധുവും മോക്ഷവും എല്ലാം അവർ കാണുന്നുണ്ട്. അപ്പൊ ഈ ലോകത്തെ സംബന്ധിച്ച് ഏതെങ്കിലും ഒരു ഭാഗത്തല്ല നിശ്ചിന്തത. അങ്ങനെ ഒരു നിശ്ചിന്തത വരാമോ? വരാം. അങ്ങനെയുള്ള ഒരു നിശ്ചിന്തത വരാം. പക്ഷെ അത് തുര്യനുള്ള നിശ്ചിന്തത ആയിരിക്കത്തില്ല. നമുക്ക് ഈ ലോകത്തെ സംബന്ധിച്ച്, നമ്മുടെ ശരീരത്തെ സംബന്ധിച്ചൊക്കെ ഒരു നിശ്ചിന്തത വരാം. നമ്മളതാണല്ലോ പ്രതീക്ഷിക്കുന്നത്. അത് സഹജമായി സംഭവിക്കുന്നു സുഷുപ്തിയിൽ, അഭ്യാസം കൊണ്ട് സംഭവിക്കും സമാധിയിൽ. അത് മനസ്സിന്റെ തലമാണ്. എത്ര വലിയ സമാധിയായാലും ശരി, അത് മനസ്സിന്റെ തലമാണ്. സമാധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്ന എവിടെയാണ്? യോഗശാസ്ത്രത്തിലാണ് പ്രധാനമായും ചർച്ച ചെയ്യുന്നത്. ആ യോഗശാസ്ത്രത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണ്? ഈ പ്രപഞ്ചത്തെ സത്യമായി കരുതുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അത് പറഞ്ഞ പ്രപഞ്ചത്തെ സത്യമായി കരുതുന്നിടത്ത് മാത്രമേ
സമാധിക്ക് വേണ്ടിയുള്ള പരിശ്രമമുള്ളൂ. ദ്വൈതമുള്ളിടത്ത് മാത്രമേ സമാധിക്ക് വേണ്ടിയുള്ള പരിശ്രമമുള്ളൂ. നിങ്ങൾ പ്രപഞ്ചത്തെ സത്യമായി കരുതുന്നുണ്ടെങ്കിൽ തീർച്ചയായും സമാധിയിലൂടെ സത്യമായിരിക്കുന്ന ഈ പ്രപഞ്ചത്തെ നിരോധിക്കാം. യോഗശാസ്ത്രത്തിൽ ഒരിടത്തും പറയുന്നില്ല എന്താണ് ഈ പ്രപഞ്ചം. അദ്വൈതത്തിൽ പറയുന്ന രീതിയിൽ പ്രപഞ്ചത്തെക്കുറിച്ച് പറയുന്നു. ഇതിനെ സത്യമായി കാണുന്നു. അപ്പോൾ അതിനെ നിരോധിക്കണമെങ്കിൽ അതിന്റെ സത്യമായ കൽപ്പനയ്ക്ക് അനുസരിച്ചുള്ള നിരോധാഭ്യാസം ആവശ്യമാണ്. സമാധിയിൽ എന്ത് ചെയ്യുന്നു? പ്രപഞ്ചത്തെക്കുറിച്ച് അവൻ നിശ്ചിന്തനായിത്തീരുന്നു. ശരീരത്തെക്കുറിച്ച് അവൻ നിശ്ചിന്തനായിത്തീരുന്നു. ഇവിടെ അതല്ല പറയുന്നത്. ഇവിടെ പറയുന്ന കാര്യങ്ങൾ ആധ്യാത്മികമായ ഉത്തമ അധികാരിക്ക് വേണ്ടി പറയുന്നതാണ്. സമാധി വേണ്ടാത്തതെന്ന് തന്നെ ഞാൻ പറയുന്നു. പരമാർത്ഥം എന്തെന്ന് പറയുമ്പോൾ സമാധിയുടെ സ്ഥാനം എവിടെയാണെന്ന് പറയുകയാണ്. കാരണം ഇത്തരം വിഷയങ്ങളിൽ ഉള്ള നമ്മുടെ തെറ്റായ ധാരണകൾ തിരുത്താൻ വേണ്ടി പറയുന്നു. ഇവിടെ തന്നെ സമാധിയെക്കുറിച്ച് ഇനി പറയും. സമാധി അനാവശ്യമാണെന്നോ അസംബന്ധമാണെന്നോ ഒന്നുമല്ല പറയുന്നു. പരമാർത്ഥത്തിൽ എന്താണ് ഇവിടുത്തെ നിശ്ചിന്തത എന്ന് പറയുന്നത്? അത് തുര്യനിൽ നിശ്ചിതനായിത്തീരുന്നതാണ്. തുര്യനിൽ നിശ്ചിന്തനായിത്തീരുമ്പോൾ എന്താണ്? ഈ അന്യഥാഗ്രഹണവും അഗ്രഹണവും ക്ഷീണിക്കുന്നു എന്ന് പറയുന്നു. ക്ഷീണിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ദുർബലമായി തീരുന്നു, ബാധിക്കുന്നു എന്ന് പറയുന്നു. അത് ബാധിക്കുന്നതുകൊണ്ട് എന്താ ഗുണം? ബാധിക്കുന്ന ഒന്ന് ബന്ധിക്കുന്നില്ല. ദുർബലമായ ഒന്നിന് പിന്നെ ബന്ധിക്കാൻ കഴിയുന്നില്ല. അവൻ സർവതന്ത്ര സ്വതന്ത്രനായിത്തീരുന്നു, എല്ലാ അർത്ഥത്തിലും സ്വതന്ത്രനായിത്തീരുന്നു. അതാണ് മുക്തി എന്ന് പറയുന്നത്. അങ്ങനെയുള്ള മുക്ത പുരുഷന്മാരാണ് ഉപദേശിക്കുന്നത് തത്വജ്ഞാനത്തെ. പ്രപഞ്ചം ബാധിച്ചു പോയാൽ ഉപദേശിക്കാൻ പറ്റത്തില്ല. സമാധിയിൽ ഒരുപക്ഷെ എന്തെങ്കിലും അഭ്യാസങ്ങളാകാം ആയെന്നിരിക്കാം. പക്ഷെ ഈ തത്വബോധത്തെ ഉപദേശിക്കാൻ സാധ്യമല്ല. കാരണം അവിടെ കർണങ്ങൾ പ്രവർത്തിക്കുന്നില്ല. അതുകൊണ്ട് ഇവിടുത്തെ ഈ നിശ്ചിന്തത എന്താണെന്ന് നമ്മൾ വ്യക്തമായി ധരിക്കും. ആ നിശ്ചിന്തതയിൽ പരമമായ ജാഗ്രതാണ്. അതിന് ഈ അന്യഥാഗ്രഹണം ക്ഷീണിച്ചാൽ, അത് ബാധിച്ചാൽ തത്വബോധം അതിന് സഹായിക്കുന്നു. അതാണ് ഇവിടെ പറയുന്നത്. തത്രാപശ്യൻ തുരിയെ നിശ്ചിതപതി. അത് ആ തുര്യനിൽ നിശ്ചിതനായിത്തീരുന്നു എന്നുള്ളതാണ് മുഖ്യമായി എടുക്കേണ്ടത്. തുര്യനിൽ ഭ്രാന്തി, സംശയം, അജ്ഞാനം ഇതെല്ലാം അവിടെ അവസാനിക്കുന്നു. അതിനെ സംബന്ധിച്ച് ഇതൊന്നും ശേഷിക്കാതിരിക്കുക. പരമാർത്ഥത്തിൽ തന്റെ സ്വരൂപമായിരിക്കുന്ന സ്വയം പ്രകാശിക്കുന്ന തുര്യനിൽ ഇതൊന്നും നിലനിൽക്കുന്നതിനുള്ള അവകാശമില്ല എന്ന് ബോധിക്കുക. എന്നുള്ള ബോധ്യത്തിൽ, ആ ബോധ്യപ്പെടൽ ഇതില്ലാതായിത്തീരും. അതാണ് ഇവിടെ പറയുന്ന പരമാർത്ഥ ബോധം. അതാണ് ഇവിടെ പറയുന്ന പരാജാഗ്രത, പരമമായ ഉണർവ് എന്ന് പറയുന്നതാണ്. ആ വിഷയത്തെ തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇനി വരുന്ന ഭാഗങ്ങൾ. അന്യഥാ ഗൃഹണത സ്വപ്നോ നിദ്രാ തത്വം അജാനത
വിപര്യാസേ തയോ ക്ഷീണേ തുരീയം പദം അശ്നുതേ അനാദിമായയാ സുപ്തോ യഥാ ജീവപ്രബുധ്യത്തെ അജം അനിദ്രം അസ്വപ്നം അദ്വൈതം ബുദ്ധ്യത്തെ തദാ യോയം സംസാരി ജീവഃ സൗഭയലക്ഷണേന തത്വപ്രതിബോധരൂപേണ ബീജാത്മന അന്യഥാഗ്രഹണലക്ഷണേന ച അനാദികാലപ്രവൃത്തേന മായാലക്ഷണേന സ്വപ്നേന മമായം പിതാ പുത്രോയം നപ്ത ക്ഷേത്രം പശവോ ഹമേഷ സ്വാമി സുഖി ദുഃഖി ക്ഷയിതോ അഹമനേന വർദ്ധിതസ്യ അനേന ഇത്യവം പ്രകാരാൻ സ്വപ്നാൻ സ്ഥാനദ്വയേപി പശ്യൻ സുപ്തഃ. അപ്പോൾ ജീവന്റെ ഈ സ്ഥാനദ്വയം സ്വപ്ന ജാഗ്രതകളിലുള്ള ഈ അനുഭവം എല്ലാം ഉണർന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുക തന്നെ അവൻ ഉറങ്ങുകയാണ് എന്നാണ് ഇവിടെ പറയുന്നത് സാരം. അതുകൊണ്ടാണ് ഈ ജാഗ്രത പോരാ എന്ന് പറയുന്നത്. ഉറങ്ങി ഉണർന്നിരിക്കുകയാണ് ഇവിടെ. തത്വത്തെ ബോധിക്കാതിരിക്കുന്നതാണ് ഉറക്കം. ആ തത്വത്തെക്കുറിച്ചുള്ള കൽപ്പനകളാണ് ഉണർവ്. പലതരത്തിൽ കൽപ്പിക്കുന്നു. യോയം സംസാരി ജീവഃ, സംസാരിയായിരിക്കുന്ന ഈ ജീവൻ എന്ന് പറയുമ്പോൾ തത്വത്തെ ശ്രവിക്കുന്നു. സൗഭ്യലക്ഷണേന രണ്ട് രൂപത്തിലുള്ള എന്താണ്? തത്വ അപ്രതിബോധരൂപേണ ബീജാത്മന. തത്വത്തെ ഗ്രഹിക്കാതിരിക്കുക എന്ന് പറയുന്ന ഈ സർവവിനാശങ്ങൾക്കും കാരണമായിരിക്കുന്ന അത് ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലെല്ലാം ഒരേപോലെ നിലനിൽക്കുന്നു. നിദ്ര, സുഷുപ്തി, അതാണ് ബീജം. അന്യഥാഗ്രഹണ ലക്ഷണേന ച, സ്വപ്നത്തിലും ജാഗ്രതയിലും നിൽക്കുന്ന ഈ അന്യഥാഗ്രഹണം, പലതിനെ അറിഞ്ഞുകൊണ്ടിരിക്കുക, ആത്മാവിനെയും അനാത്മാവിനെയും എല്ലാം ബോധിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരവസ്ഥ, തന്നെയും അന്യമായ സർവത്തിനെയും അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഇതാണ് അന്യഥാഗ്രഹം. അനാദികാലപ്രവൃത്തേന, അതിന് കാലം കൊണ്ട് പരിച്ഛേദിക്കാനൊക്കത്തില്ല. ഇത് ഇന്ന ദിവസം തുടങ്ങി എന്ന് പറയാൻ പറ്റത്തില്ല. കാലം പോലെ ഇതിന്റെ സൃഷ്ടിയാണെന്ന് പറയാം. ഈ അന്യഥാഗ്രഹണത്തിന്റെ ഒരു ഭാഗമായി നിൽക്കുകയാണ് കാലം. സുഷുപ്തിയിൽ കാലബോധമുണ്ടല്ലോ, ഉണർവിൽ ആ കാലബോധം വന്നു. അപ്പോൾ ആ കാലബോധം ഈ അന്യഥാഗ്രഹണത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇന്നലെ ഇന്ന് നാളെ ഇതിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അനാദികാല പ്രവൃത്തേനാന്ന് പറഞ്ഞു. മായാലക്ഷണേന, മായാസ്വരൂപം എന്ന് പറയും. മായാസ്വരൂപമാണ്. മായയ്ക്കുള്ള പ്രത്യേകത എന്താണ്? മായ പ്രയോഗിക്കുന്നവനും തന്നെ അറിയത്തില്ല എന്താണ് മായ. മായയെ സംബന്ധിച്ച് മായാവി അജ്ഞനാണ്. മായയുടെ തത്വം മായാവിക്കും പിടികിട്ടത്തില്ല. അതാണ് പരമാർത്ഥം എന്താണെന്ന് അറിയത്തില്ല. എന്തുകൊണ്ട്? അത് അനിർവചനീയമാണ്. അതിന്റെ തത്വം പിടികിട്ടത്തില്ല. ഇന്ദ്രജാലം കാണിക്കുന്നവനോട്
എന്താണ് ഇന്ദ്രജാലത്തിന്റെ രഹസ്യം എന്ന് ചോദിച്ചാൽ അവർ പറയും എന്താണ് ഇന്ദ്രജാലത്തിന്റെ രഹസ്യം ഒരിക്കലും പുറത്തു പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ ഇന്ദ്രജാലത്തിന്റെ രഹസ്യം അയാൾക്ക് അറിയത്തില്ലെന്നാ. പക്ഷെ അയാൾ മായാവി ആയതുകൊണ്ട് അയാൾക്കത് പറയാൻ പറ്റത്തില്ല. എന്താണ് ഇന്ദ്രജാലം എന്ന് വെച്ചാൽ ഇന്ന് കാണിക്കുന്ന മാജിക് അല്ല, അത് ടെക്നിക്കുകളാണ്. അത് ഉപകരണങ്ങളും മറ്റും കൊണ്ട് കാണിക്കുന്ന വിദ്യകളാണ്. ഇന്ദ്രജാലത്തെ കുറിച്ച് നേരത്തെ പറഞ്ഞു, ആണ് ഇന്ദ്രജാലം. പഴയകാലത്തെ ആൾക്കാർ പറയും കണ്ണുകെട്ടലെന്ന് പറയും. കാണുന്നവന്റെ കണ്ണുകെട്ടി കാണിക്കുന്ന വിദ്യ എന്ന് പറയും, കൺകെട്ട് വിദ്യ എന്ന് പറയും. ഭാഷ്യകാരനും അതേ പദം തന്നെ ഉപയോഗിക്കും, അതൊരു കൺകെട്ട് വിദ്യയാണ്. പക്ഷെ എങ്ങനെ അത് സംഭവിക്കുന്നു, അതിന്റെ രഹസ്യം കാണിക്കുന്നവനും അറിയാൻ പറ്റത്തില്ല. ഒരു വിദ്യ അവനറിയാവുന്ന ഒരു വിദ്യ പ്രയോഗിച്ചപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു, ഇത്രേ പറയാൻ പറ്റും. അതുകൊണ്ട് ഇതിന് സമാധാനമില്ല. സമാധാനം ഇല്ലാത്ത ഒന്നിനാണ് മായ എന്ന് പറയുന്നത്. അതാണ് എന്റെ അർത്ഥം. അല്ല നമ്മൾ ധരിക്കുന്ന രീതി മറഞ്ഞു പോകുന്നത് എന്നുള്ള ഒരു അർത്ഥം മാത്രം ഉണ്ടായിരുന്നുള്ളൂ. മായ മറഞ്ഞു പോകുന്നു ശരിയാണ്, സത്യം ബോധിക്കുമ്പോൾ അത് മറഞ്ഞു പോകുന്നു, ആ രീതിയിൽ മാത്രമാണ്. മായയുടെ രഹസ്യം മായാവിക്കും പിടിക്കും. ഈ ജീവൻ എന്ത് ചെയ്യുന്നു? ജീവനൊരു മായാവിയാണ്. പക്ഷെ അവന്റെ മായയുടെ രഹസ്യം അവന് പിടിയില്ല. അത് തന്നെ പറയുന്നു സ്വപ്നേന. ജാഗ്രത സ്വപ്നവും ആ അർത്ഥത്തിലൊരു സ്വപ്നം തന്നെ, നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിലല്ല. ഈ ജാഗ്രത സ്വപ്നം ആരുടെ കയ്യിലായിരിക്കുന്നത്? ഈ ജീവന്റെ കയ്യിൽ തന്നെ. ആരാണോ ഉണർന്നിരിക്കുന്നത്, ആരാണോ ഉറങ്ങിക്കിടക്കുന്നത്, ആരാണോ സ്വപ്നം കാണുന്നത്, അവന്റെ കയ്യിൽ തന്നെ. പക്ഷെ ഇതിനവന് യാതൊരു നിയന്ത്രണവുമില്ല. ഇതിന്റെ രഹസ്യം എന്താണെന്ന് അവന് ഒരിക്കലും പിടികിട്ടുന്നുമില്ല. അപ്പൊ പിന്നെ ഇതിന് മായ എന്നല്ലാതെ എന്ത് പേരിടാൻ പറ്റും? അതുകൊണ്ട് മായ എന്ന് പറയുന്നത് അതിന് ഏറ്റവും യോജിച്ച പേരാണ്. ഇത് സ്വപ്നമാണ്. അവിടെ അവനെന്ത് കരുതുന്നു? മമ അയം പിതാ. ഒരുവൻ കരുതുന്നു എന്താണ്? ഇതെന്റെ പിതാവാണെന്ന് കരുതുന്നു. സ്വപ്നം അത് തെറ്റാണ്. സ്വപ്നേന, സ്വപ്നം എന്നുണ്ടെങ്കിൽ തെറ്റ്. സ്വപ്നേന അത് പ്രിന്റിംഗ് മിസ്റ്റേക്ക്. മമായം പിതാ, അങ്ങരുന്നു ഇതെന്റെ പിതാവാണ്. അത് അസംബന്ധമെന്ന് എന്തുകൊണ്ട് പറയുന്നു? കാരണം ഇത് അനാദികാലമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ജീവൻ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലേക്ക് എന്ന് മുതൽ പ്രവേശിച്ചു എന്ന് പറയാൻ നിവൃത്തിയില്ല. വാസ്തവത്തിൽ ജീവന്റെ അനുഭവങ്ങൾ എന്ന് പറയുന്നത് ഈ മൂന്നുമാണ്, ജാഗ്രത സ്വപ്ന സുഷുപ്തികളാണ്. ജനിച്ചതിന് ശേഷം പോലും സ്മരിക്കാൻ കഴിയുന്നില്ല. എന്നു മുതൽ ഉറക്കം തുടങ്ങി, എന്നു മുതൽ സ്വപ്നം തുടങ്ങി, എന്നു മുതൽ ഉണർന്നു, നമുക്ക് സ്മരിക്കാൻ കഴിയുന്നില്ല. ജനനം മുതലെന്ന് പറയാൻ നിവൃത്തിയില്ല. കാരണം അവിടെ മുതലുള്ള സ്വപ്നവും ജാഗ്രതയൊന്നും ഓർമ്മയിൽ വരുന്നില്ല. അപ്പൊ ജനിച്ചതിന് ശേഷം പോലും ഒരു ജീവന് ഇതിന്റെ തുടക്കം പറയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇതിന് അനാദി എന്ന് പറയുന്നു. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ ആദ്യത്തെ ജാഗ്രത? ഒരു സമർത്ഥനം ഓർക്കാൻ കഴിയും. എന്നാലും പറയുന്നു എന്താണ്? അനാദിയായി ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയുന്നു. മമായം പിതാ, ഇവൻ എന്റെ അച്ഛനാണ് എന്ന് പറയുമ്പോൾ തന്തയെ നിഷേധിക്കുകയല്ല, അങ്ങനെ ധരിച്ചു കളയരുത്. എന്നുവെച്ചാൽ ഈ ജീവനോട് വേറൊരാളിനെ ബന്ധപ്പെടുത്തുന്നു, ആ ബന്ധത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത്. ശങ്കരാചാര്യനെ അത് പറഞ്ഞെന്ന് പറയരുത്. അച്ഛനില്ല എന്ന് പറഞ്ഞെന്ന് പറയരുത്. അതല്ല ഇവിടെ പറയുന്നു. ആ ഒരു ബന്ധപ്പെടുത്തൽ ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ അനാദിയായി ജീവന് സംഭവിച്ചുകൊണ്ടിരിക്കെ ഒരു വ്യക്തിയെ സംബന്ധിച്ച്
ഈ ജീവൻ അതിനോട് ബന്ധപ്പെടുത്തുന്നു. അത് പരമാർത്ഥമല്ലെന്നാണ്. അതുപോലെ അയം പുത്ര, എന്റെ പുത്രനാണെന്ന് പറയുന്നു. നപ്ത, പുത്രന്റെ പുത്രൻ. ക്ഷേത്രം, എന്റെ സ്വത്ത്, ഭൂമി തന്റേതായിട്ട്. പശവ എന്നുവെച്ചാൽ തന്റെ സമ്പത്തുകൾ, അന്നത്തെ സമ്പത്തുകളാണ്. എന്റെ ഭൂമി, എന്റെ മറ്റ് സമ്പത്തുക്കൾ. പണ്ട് സമ്പത്തിനാണ് പശു എന്ന് പറയുന്നത്. ഇങ്ങനെ കരുതുന്നു. അപ്പൊ തന്റേതായി അവിടെ പലതിനെയും കരുതുന്നു. അങ്ങനെ തന്റേതായി കരുതുന്നതിന് അർത്ഥമില്ല എന്നാണ്. എന്തുകൊണ്ട്? ഇത് അനാദികാലമായി പ്രവർത്തിച്ചുകൊണ്ട് ഇരിക്കുന്ന ഇതിൽ ചിലതിനെ തന്റേതെന്ന് കരുതും. ചിലതിനെ തന്റേതല്ലാന്ന് കരുതും. അങ്ങനെ കരുതേണ്ടി വന്നാൽ എത്ര കരുതേണ്ടി വരും? പിതാവെന്നും പുത്രനെന്നും സ്വത്തെന്നും ഒന്നും കരുതാൻ നിവൃത്തിയില്ല. അപ്പൊ ചിലതിനോട് തന്നെ ബന്ധിപ്പിക്കുന്നു. കൃത്രിമമായ ബന്ധനങ്ങളാണ്. പരമാർത്ഥത്തെ ചിന്തിക്കുന്നവർക്കല്ലാത്തവർക്ക് സത്യമാണ്. പരമാർത്ഥത്തെക്കുറിച്ച് ചിന്തിക്കുന്നവർക്ക് വേണ്ടി മാത്രമാണെന്ന് പറയുന്നത്. അഹമേഷാം സ്വാമി, ഞാൻ ഇവരുടെ എല്ലാം യജമാനനാണ്. സ്വാമി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ലതല്ല. യജമാനനെന്നാണ്. ഞാൻ ഇവരുടെ എല്ലാം യജമാനനാണ് എന്ന് കരുതുന്നു. ഉടമസ്ഥൻ എന്നാണ് സ്വാമി എന്ന് പറയുന്ന ശബ്ദത്തിന്റെ അർത്ഥം. സ്വാമി എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിക്കുന്ന എല്ലാം ത്യജിച്ചവനെന്നാണ്. ഇവിടെ പറയുന്ന ആരാണോ എല്ലാം തന്റേതെന്ന് കരുതുന്നവൻ അവനാണ് സ്വാമി എന്നാണ്. വളരെ മോശമായ ഒരു ശബ്ദമാണ് ഈ സ്വാമിമാർക്ക് കിട്ടിയിരിക്കുന്നത്. സ്വാമി, ശങ്കരാചാര്യ പോലും അതിനെ മോശമായ ശബ്ദമായിട്ടാണ് പറയുന്നത്. പിന്നെ എനിക്ക് പറയുന്നതിനെന്താ ദോഷം? അഹമേഷാം സ്വാമി, ഞാൻ സ്വാമി എന്ന് കരുതുന്നത് തെറ്റാണെന്നാണ്. ഈ അർത്ഥത്തെ എടുത്തുകൊണ്ടാണ് സ്വാമിമാരെ ഞാൻ ചിലപ്പോ നിർവചിക്കുന്നത്. അതുകൊണ്ട് സ്വാമിമാരെ അസ്വസ്ഥതപ്പെടേണ്ട യാതൊരു കാര്യവും ഇവിടെ ആചാര്യസ്വാമികളും പറയുന്നു. ഞാൻ അങ്ങനെ കരുതുന്നു എന്താണ്? ഞാൻ സ്വാമിയാണെന്ന് കരുതുന്നു. ഞാനാണ് ഇതിന്റെ എല്ലാം ഉടമസ്ഥനെന്ന് കരുതുന്നു. അല്ലെ, നമ്മൾ ആശ്രമമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് കരുതില്ലേ ഇതൊക്കെ നമ്മുടെ സ്വത്താണ്, നമ്മളിവിടുത്തെ സ്വാമിമാരാണ് എന്ന് കരുതാറില്ലേ? ഇതാ ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നു. അതിന്റെ പേരിൽ എന്ത് ചെയ്യുന്നു? സുഖി ദുഃഖി, സുഖിയും ദുഃഖിയുമാകുന്നു. സ്വാമിയുടെ നിന്ന് ആരെങ്കിലും പിടിച്ചു വാങ്ങിക്കാൻ ശ്രമിച്ചാൽ സ്വാമിക്ക് ദുഃഖം വരും. സ്വാമി ഒരു വലിയ കസേരയിൽ ഇരുത്തി പൂജിച്ചാൽ സ്വാമിക്ക് സുഖം വരും. അപ്പൊ ഇതൊക്കെ സുഖവും ദുഃഖവും ഉണ്ടാക്കുന്നതാണ്. എന്ത്? ഈ പശുക്കളും ക്ഷേത്രവും തുടർന്നു വരുന്ന സർവ്വതും. ക്ഷയിതോ അഹം അനേന, ഇതിനെന്തെങ്കിലും പോരായ്മകൾ വന്നു കഴിഞ്ഞാൽ എന്ത് കരുതുന്നു? എനിക്ക് ക്ഷയം വന്നു, എനിക്ക് നാശം വന്നു എന്ന് കരുതുന്നു. വർദ്ധിതശ്ചാനേന, ഇതിനെ ഇങ്ങനെ വലുതാക്കി വലുതാക്കി വന്നാൽ ഞാൻ വലുതായി എന്ന് കരുതുന്നു. അല്ലേ? ആശ്രമം വളരുമ്പോൾ നമ്മളും വളരും. ആശ്രമം ചെറുതാകുമ്പോൾ സ്വാമിമാരും ചെറുതാവും. ഏഷാം എന്ന് പറഞ്ഞാൽ എന്താണ്? മുമ്പ് പറഞ്ഞത് ക്ഷേത്രം പശവഹ, അതിനാണ് ഏഷാം എന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഈ സ്വത്തിന്റെ, ഈ മൃഗങ്ങളുടെ ഒക്കെ സ്വാമിയാണെന്ന് കരുതുന്നു എന്നാണ്. എന്നിട്ട് ഇന്ദ്രിയങ്ങളെല്ലാം ആശ്രമത്തെ തന്നെ അവിടെ പറയുന്നു. സ്വാമിമാരെ രക്ഷിക്കാനൊന്നും ശ്രമിക്കില്ല. അഹമനേന ക്ഷയിത, ഞാൻ ഇതുകൊണ്ട് ക്ഷയിച്ചു. വർദ്ധിതശ അനേന, ഇതുകൊണ്ട് ഞാൻ വലുതായി. ഇത് നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. അധ്യാസം എന്നാണ്.
ഇത് പക്ഷേ പൊതുവായി പറയുന്നു, കേവലം സ്വാമിക്ക് വേണ്ടി പറയുന്നതല്ല. സ്വാമിമാരിൽ സ്പഷ്ടമായതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. സർവ്വ മനുഷ്യർക്കും വേണ്ടി പറയുകയാണ്. സർവ്വ മനുഷ്യനും ഇങ്ങനെ ചിന്തിക്കുന്നു. സ്വത്തിനെ സംബന്ധിച്ച്, ബന്ധത്തെ സംബന്ധിച്ച്, ശരീര സംബന്ധിയായ സർവ്വ കാര്യങ്ങളെക്കുറിച്ച് സർവ്വജീവന്മാരും ഇങ്ങനെ ദുഃഖിക്കുന്നു. മഹാത്മാക്കൾ അങ്ങനെ ദുഃഖിക്കുന്നില്ല. ഇത്യവം പ്രകാരാൻ സ്വപ്നാൻ, ഈ തരത്തിലുള്ള സ്വപ്നങ്ങൾ, ഇതിനെയൊക്കെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന നമ്മുടെ സ്വപ്നങ്ങളാണ്. ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും സ്വപ്നങ്ങൾ. ആരായാലും ശരി, ഏത് ജീവനായാലും ശരി, ഇതിനെയൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടോ? അത് സ്വപ്നമാണ്. സ്ഥാനദ്വയേപി പശ്യൻ, ജാഗ്രതത്തിലും സ്വപ്നത്തിലും അവനത് കാണുന്നു. ഇതെല്ലാം കൊണ്ടുകൊണ്ട് വാസ്തവത്തിൽ എന്താണ്? സുപ്ത, ഇവൻ ഉറങ്ങുകയാണ്. പരാജാഗ്രതത്തിലേക്ക് ഇവൻ ഉണരുന്നില്ല. ഉണർന്നു കഴിഞ്ഞാൽ പിന്നെ അവൻ ഇതിനൊന്നും അഭിമാനമില്ല. അവനിതിനെല്ലാം സ്വാമിയായിരുന്നാലും അവൻ അഭിമാനമില്ല. സ്വാമിയാകുന്നത് ദോഷമുള്ള കാര്യമല്ല, പക്ഷെ അതിൽ അവൻ അഭിമാനം വരാൻ പാടില്ല. ഇതിന്റെ ക്ഷയമനുസരിച്ച് അവൻ ക്ഷയിക്കാൻ പാടില്ല, ഇതിന്റെ വർദ്ധന അനുസരിച്ച് അവൻ വർദ്ധിക്കാൻ പാടില്ല. സ്വാമിയായിരിക്കാം. മറിച്ചാണെങ്കിലും അവൻ സുപ്തനാണ്, അവൻ ഉറങ്ങിക്കിടക്കുകയാണ് എന്ന് ഓരോ ജീവന്റെയും ഈ ജാഗ്രതയിൽ തന്നെയുള്ള സ്വാപത്തെക്കുറിച്ച് ഇവിടെ പറയുകയാണ്. ഈ സുഷുപ്തിയിലിരുന്നു കൊണ്ടാണ് നമ്മൾ എല്ലാ സ്വപ്നങ്ങളും കാണുന്നത്. ഭൗതികവും ആത്മീയവും എല്ലാ സ്വപ്നം കാണുന്നത്. ഇതിനെങ്ങനെ അവർ മാറ്റം വരുന്നത് പറയുന്നു. യഥാ വേദാന്താർത്ഥ തത്വ അഭിജ്ഞേന പരമകാരുണികേന ഗുരുണ നാസ്യേവം ത്വം ഹേതുഫലാത്മക കിന്തു തത്വമസീതി പ്രതിബോധ്യമാനോ യഥാ തഥാ ഏവം പ്രതിബുദ്ധ്യതേ. ഇങ്ങനെ ഇവൻ ഉറങ്ങിയിരിക്കുമ്പോൾ ഒരു ജീവൻ യഥാ വേദാന്താർത്ഥ തത്വ അഭിജ്ഞേന, വേദാന്താർത്ഥമായിരിക്കുന്ന തത്വത്തെ അഭിജ്ഞനായിരിക്കുന്നവൻ, നേരിട്ടറിയുന്നവൻ. അഭിജ്ഞൻ എന്ന് വെച്ചാൽ നേരിട്ടറിയും, അതിനെ നേരിട്ട് ബോധ്യപ്പെട്ടിട്ടുള്ളവൻ എന്നർത്ഥം. അങ്ങനെയുള്ള പരമകാരുണികേന ഗുരുണ, പരമകാരുണികനായ ഒരു ഗുരുവാൻ. അങ്ങനെയുള്ള ഗുരുക്കന്മാരാണ് ഇത് നമ്മളെ ബോധിപ്പിക്കുന്നത്. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ പരമകാരുണ്യം കൊണ്ടാണ് ഇത്തരം ഗ്രന്ഥങ്ങളെല്ലാം നമുക്ക് കിട്ടിയത്. അതിനാണ് നമ്മൾ കാരിക, ഭാഷ്യം, ശ്രുതി എന്നെല്ലാം പറയുന്നത്. അത്തരം ഗുരുക്കന്മാരെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അവരെന്ത് ചെയ്യുന്നു? വേദാന്താർത്ഥം, ശ്രുതിയുടെ അർത്ഥം, ആ അർത്ഥത്തിന്റെ തത്വത്തെ അവർ നേരിട്ട് ബോധ്യപ്പെട്ടിരിക്കുന്നു. എന്നിട്ട് അത് നമുക്ക് വേണ്ടി പ്രകാശിപ്പിക്കുന്നു. ഈ തത്വത്തെ ബോധിപ്പിച്ച് ഇവന്റെ അജ്ഞാന സംശയ വിപര്യങ്ങളെ നശിപ്പിക്കണം എന്നുള്ള കാരുണ്യം, അതാണ് പരമമായ കാരുണ്യം എന്ന് പറയുന്നത്. കാരുണ്യം കൊണ്ട് നമ്മൾ പല സൽപ്രവൃത്തികളും ചെയ്യും, അതെല്ലാം കാരുണ്യമാണ്. നന്മ കാരുണ്യത്തിന്റെ ഫലമാണ്, സത്കർമ്മങ്ങൾ കാരുണ്യത്തിന്റെ ഫലമാണ്. പക്ഷേ ഗുരുവിന്റെ കാരുണ്യം എന്ന് പറയുന്നത് എവിടെയാണ്? ഈ സംസാര ബന്ധനത്തിൽ നിന്നുള്ള മോചനത്തിലാണ്. അതുകൊണ്ടാണ് അതിനെ പരമകരുണ എന്ന് പറയുന്നത്. പരമകാരുണികനെന്ന് ഗുരുവിനെ വിളിക്കുന്നു. അത് ഗുരുവിന് മാത്രമേ കഴിയത്തുള്ളൂ. ആചാര്യന്മാർക്ക്, മഹാത്മാക്കൾക്ക് മാത്രമേ അത് കഴിയുള്ളൂ. അവർ ഈ അജ്ഞാനത്തെ അവനെ ബോധിപ്പിക്കുന്നു. എങ്ങനെ? നാസി ഏവം ത്വം, നീ ഇങ്ങനെയല്ല,
നീ നിന്നെക്കുറിച്ച് കരുതിയിരിക്കുന്നത് പോലെ അല്ല. നീ ഈ അഗ്രഹണത്തിലും അന്യഥാഗ്രഹണത്തിലും പെട്ട് എന്താണോ നിന്നെക്കുറിച്ച് ധരിച്ചിരിക്കുന്നത് അതല്ല നീ പരമാർത്ഥം. ന ഹേതുഫലാത്മക. ഈ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലൂടെ അതാണ് ഹേതുഫലം, നേരത്തെ വിശദീകരിച്ചു. അതിലൂടെ നീ എന്താണോ ധരിച്ചിരിക്കുന്നത് അതല്ല നിന്റെ സ്വരൂപം. കിന്തു തത്വമസി, നീ ആ സത്താണ്, തുര്യനാണ് എന്ന് പ്രതിബോധ്യമാനോ എന്ന് ബോധിപ്പിക്കുമ്പോ യഥാ തഥാ ഏവം പ്രതിബുദ്ധ്യതേ പറയുന്നു. എപ്പോഴാണോ അപ്പോൾ തീർത്തും പറയുക. തത്വമസീരി പ്രതിബോധ്യമാനോ യഥാ തഥാ എന്നാ പറയും. അവിടെ കാലതാമസമൊന്നും. പരമകാരുണികന്മാരായ ആചാര്യന്മാർ നമ്മെ എപ്പോഴാണോ ഇത് ബോധിപ്പിക്കുന്നത്, ഈ ആചാര്യന്മാർ എത്രയോ കാലമായി നമ്മളെ ബോധിപ്പിക്കുന്നു, എത്രയോ ജന്മങ്ങളായി നമ്മളെ ബോധിപ്പിക്കുന്നു. പക്ഷെ സംഭവിക്കുന്നില്ല. യഥാ തഥാ മാത്രം നടക്കുന്നില്ല. അതെന്തുകൊണ്ടാ? ഇതിന്റെ വ്യാഖ്യാനത്തിൽ വ്യാഖ്യാതാവ് പറയും, വിശിഷ്ടേന ആചാര്യേണ. ബോധിപ്പിക്കുന്നത് വിശിഷ്ടനായ ആചാര്യന്മാരാണ്. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ശ്രുതി ഉപദേശിച്ച ആചാര്യനായാലും ശരി. ഇവിടെ മണ്ഡൂകൻ എന്നു പേരുള്ള ഒരു ഋഷിയെക്കുറിച്ചാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ യോഗ്യതയിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. പിന്നെ ഭാഷ്യം രചിച്ചയാള് അതിന്റെ പരമമായ തത്വത്തെ പരമകാരുണികനായി വെളിപ്പെടുത്തി. പിന്നെ അതിന് ശേഷം ഗൂഢപാദാചാര്യര്, ഇങ്ങനെയുള്ള ആചാര്യന്മാരുടെ വൈശിഷ്ട്യത്തിൽ നമുക്ക് സംശയമില്ല. അവര് ബോധിപ്പിച്ചാൽ യഥാ തഥാ എന്നാ പറയുന്നത്. എപ്പോഴാണോ അപ്പോ ഈ പറയുന്ന സംശയ വിഭ്രാന്തികളെല്ലാം മാറി തത്വം പ്രകാശിക്കേണ്ടതാണ്. പക്ഷെ സംഭവിക്കുന്നില്ല. എന്തുകൊണ്ട്? പറയുന്നു, വിശിഷ്ടം ശിഷ്യം പ്രതി. ശിഷ്യൻ വിശിഷ്ടനായിരിക്കണം, എന്നാലേ ഇത് ഫലവത്താകത്തുള്ളൂ. യഥാ തഥാ എന്നുള്ള നടക്കത്തുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലും നടക്കും. നടക്കില്ല എന്ന് പറയുന്നില്ല, കാലതാമസം വരും. അത് ഈ തത്വത്തെ പ്രകാശിപ്പിച്ച വിശിഷ്ടന്മാരായ ആചാര്യന്മാരുടെ പോരായ്മയെന്ന് പറയും. രണ്ടും ഒത്തുവരണം. ആണ് പറയുന്നത് വിശിഷ്ടം ശിഷ്യം പ്രതി പ്രതിബോധന അവസ്ഥായാം. അങ്ങനെ ഒരു അവസ്ഥയാണ് ഇവിടെ സൂചിപ്പിക്കുന്നതെന്ന് അതിന്റെ വ്യാഖ്യാതാവ് പറയുകയാണ്, ആനന്ദഗിരി. അതുകൊണ്ട് അക്കാര്യത്തിന് നമ്മൾ സംശയിക്കില്ല. മണ്ഡൂകൈഷിയും ശങ്കരാചാര്യരും ഗൂഢപാദാചാര്യരും വിചാരിച്ചിട്ടും നടക്കാത്ത കാര്യമാണോ? എന്നാലും ചിന്തിക്കണ്ട. അത് ശ്രോതാവിന്റെ യോഗ്യതയാണ് മുഖ്യമായും ആശ്രയിച്ചിരിക്കുന്നത് എന്നാണ് നമ്മളിതിന്റെ തുടക്കത്തിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പലരും ചോദിക്കും, അങ്ങനെ ഇത് അറിഞ്ഞാൽ മതിയോ? അതുകൊണ്ട് തന്നെ നടക്കുമോ? അതിനപ്പുറം ഇനി എന്താണ് എന്നൊക്കെ ചോദിക്കും. ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം അവരെ സംബന്ധിച്ച് ബോധ്യപ്പെടുത്തുക എന്നുള്ളതേ ഉള്ളൂ. ശബ്ദത്തെ പോലും അപേക്ഷിക്കാതെ അവർക്ക് ബോധ്യപ്പെടുത്താൻ കഴിയും. ദക്ഷിണാമൂർത്തി സനകാദികളെ ബോധ്യപ്പെടുത്തിയപ്പോൾ ഒരു ശബ്ദവും പ്രയോഗിച്ചില്ല. പക്ഷെ അതിന്റെ യോഗ്യത ശ്രോതാവിന് വരണം. അതില്ലെങ്കിലോ വീണ്ടും പല പല ഉപായങ്ങളെക്കുറിച്ച് പറയുന്നു. ഇവിടെ തന്നെ ഇനി പറയും. 7ാമത്തെ മന്ത്രം വരെ പറഞ്ഞത് ഉത്തമ മധ്യമാധികാരികളെ കുറിച്ചാണെന്നും ഇനി പറയാൻ പോകുന്നതെല്ലാം അധമാധികാരികളെ കുറിച്ചാണെന്നും ഇനി പറയും.
എന്ന് വിചാരിച്ച് ശ്രുതി അല്ലെങ്കിൽ ആചാര്യന്മാരാരെയും കൈവിടുന്നില്ല. ഇത് ബോധിക്കുന്നില്ലെങ്കിൽ ശരി, വേറെ വഴി. പക്ഷേ ഉത്തമം, ശ്രേഷ്ഠം അത് തന്നെയാണെന്ന് ബോധ്യപ്പെടുന്നു. താൻ സ്വീകരിക്കുന്നത് തനിക്ക് ശ്രേഷ്ഠമായിരിക്കും. പക്ഷേ പരമാർത്ഥം ഇതാണ്. അത് ബോധ്യപ്പെട്ടിട്ട് വേണം പിന്നെ അടുത്ത വഴിക്ക് സഞ്ചരിക്കും. അതിവിടെ പറയുന്നു, തഥാ ഏവം പ്രതിബുദ്ധ്യതേ. അങ്ങനെ യോഗ്യനായ ഒരാചാര്യൻ ഇതിനെ ബോധിപ്പിക്കുമ്പോൾ അവൻ ബോധിക്കുന്നു. അതുകൊണ്ട് പറഞ്ഞത് അദ്വൈതം ബുദ്ധ്യതേ തഥാ യഥാ തഥാ ബുദ്ധ്യതേ. അപ്പോൾ അവൻ ബോധിക്കുന്നു എന്നിവിടെ പറഞ്ഞു.